Hello friends, welcome to Off for Oheri. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാറുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയ കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളും റൈറ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്കിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ ഹയസ്റ്റ് ഓയ കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഹയസ്റ്റ് ഓയ പുട്ട് സ്ട്രൈക്ക് ലെവൽ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നമുക്ക് ഏത് സ്റ്റോക്സ് വേണമെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ അതായത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇന്ന് എനിക്ക് അപ്പോളോ ടയർ ആണ് കിട്ടിയത്. അപ്പോൾ അപ്പോളോ ടയർ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് 470 ആണ്. കഴിഞ്ഞ ദിവസം അപ്പോളോ ടയർ 470.40 ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അപ്പോളോ ടയറിൽ ഈ 470 ലെവൽ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പോളോ ടയറിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ അപ്പോളോ ടയറിൻ്റെ ചാർട്ട്. ഇനി നമുക്ക് 470 ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത്. ഇനി നമുക്ക് ഇനി ഇവിടെ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലെവൽസും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു 473 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈയിലേക്ക് പോകാം. അതല്ല ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ നമ്മൾ ഈ 470 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലെവൽസ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ആ ലെവൽസ് അതായത് 470 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് തന്നെ സെല്ലെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 473 തൊട്ട് മുകളിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയൊരു ക്യാൻഡിലൊക്കെ വരാണെങ്കിൽ നമുക്കാണെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫിബൊനാച്ചി ലെവൽ മാർക്ക് ചെയ്ത് 50% ഒക്കെ ഈ ഒരു ക്യാൻഡിൽ ലെവൽ വരുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ വലിയൊരു ക്യാൻഡിൽ ഇതുപോലെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫിബൊനാച്ചി എടുക്കാം. ഈ ലോ മുതൽ നമ്മുടെ ആ ബ്രേക്കൗട്ട് ലെവൽ വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 0.5% കൊടുക്കണം. അപ്പോൾ ഈ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ലോസിങ്ങിലാണ് സെല്ലിംഗ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസിങ്ങിൽ നമ്മൾ സെല് ചെയ്യാണ്. സ്റ്റോപ്പ് ലോസ് ആണത് 473 തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അതായത് 16 പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 8 പോയിൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ 3 മണിക്ക് ഇൻട്രാഡേ പൊസിഷനൊക്കെ സ്കോർ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡിന് കിട്ടിയിട്ടില്ല. പക്ഷേ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി നോക്കാം. അപ്പോൾ നമുക്ക് 10 പോയിൻറ്റ്സ് ടാർഗറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സെല്ലിങ്ങിന് 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്സുകളുടെയും അതായത് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nicholasmiller.com പോവാം. ഇതിൽ പൊസിഷനിൽ CNP ഹയസ്റ്റ് ഓയ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് ബ്രേക്കൗട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റോക്സുകളിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സ്കാനർ നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ചെയ്യണമെങ്കിൽ nicholasmiller.com പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വീഡിയോസും അതുപോലെ മറ്റു സ്കാനേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇന്ന് കൊടുത്തിരുന്നത് 23,800 പുട്ട് ഓപ്ഷൻ്റെയും 23,800 കോൾ ഓപ്ഷൻ ലെവൽസ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്ന് ഈ ലെവൽസിൽ ടച്ച് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ട്രേഡൊന്നും കിട്ടിയിരുന്നില്ല ഓപ്ഷൻസ് ലെവൽസിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.